നടനും ബി.ജെ.പി. നേതാവുമായ സുരേഷ് ഗോപിയുടെ സംസാരമേതായാലും വല്ലാതെ കടുപ്പമായി മാറുകയാണ്. മാധ്യമപ്രവർത്തകരോടുള്ള നേതാവിന്റെ പെരുമാറ്റം കാടുകയറുകയാണ്. നേതാവിന്റെ ഇത്തരം ചെയ്തികൾ ബി.ജെ.പിക്ക് തന്നെ താങ്ങാവുന്നതിലും അപ്പുറമാണ്. സുരേഷ് ഗോപിക്കെതിരെ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി അടക്കമുള്ള വിഷയങ്ങളിൽ സുരേഷ് ഗോപിയുടെ നിലപാട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്നാണ് വിലയിരുത്തൽ. മുകേഷിനെ പിന്തുണച്ചതും മാധ്യമപ്രവർത്തകർക്കെതിരായ കയ്യേറ്റവും അവമതിപ്പുണ്ടാക്കി. സുരേഷ് ഗോപിക്കെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകാൻ നീക്കമുണ്ട്. ദേശീയ നേതൃത്വത്തിന് പരാതി നൽകുന്നതിലൂടെ എന്തെങ്കിലും കടുത്ത നടപടിയല്ല സംസ്ഥാന നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. പകരം ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളിൽ കേന്ദ്രമന്ത്രിയെ നിയന്ത്രിക്കണമെന്ന ആവശ്യമാണ് ഉന്നയിക്കാൻ പോകുന്നത്. ഒന്നുകിൽ സിനിമാ നടനാകുക, അല്ലെങ്കിൽ പാർട്ടിക്ക് വിധേയനാകുന്ന കേന്ദ്രമന്ത്രിയാവുക. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടെന്നാണ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ വാവിട്ട പ്രസ്താവനകൾ കേന്ദ്ര നേതൃത്വത്തെയും അലോസരപ്പെടുത്തുന്നുണ്ടെന്നത് വ്യക്തമായ കാര്യമാണ്. പാർട്ടി ഒരു നിലപാടെടുക്കുമ്പോൾ ബി.ജെ.പി. നേതാവും കേന്ദ്രമന്ത്രിയുമായ വ്യക്തി അതിനു വിരുദ്ധമായ നിലപാടും പ്രസ്താവനയും ഇറക്കുന്നത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന് സംസ്ഥാന നേതൃത്വം പറയുന്നുണ്ട്. ഹേമ കമ്മിറ്റി അടക്കമുള്ള വിഷയങ്ങളിൽ സുരേഷ് ഗോപിയുടെ നിലപാട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്നും കേന്ദ്രമന്ത്രിയെ പരസ്യമായി തള്ളേണ്ട സാഹചര്യം പാർട്ടിക്കുണ്ടാക്കിയെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുൻപ് സുരേഷ് ഗോപിയെ പിന്തുണച്ചിരുന്ന കൃഷ്ണദാസ് പക്ഷവും നിലവിൽ കൂടെ നിന്നില്ല എന്നതാണ് പ്രധാന കാര്യം. അതേസമയം സിനിമാ മേഖലയിലെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോടാണ് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി ക്ഷുഭിതനായത്. പ്രതികരിക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റുകയായിരുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം വന്നതിനു തൊട്ടു പിന്നാലെയാണ് നിലപാടിൽ എന്തെങ്കിലും തിരുത്ത് സുരേഷ് ഗോപി എം.പി. വരുത്തിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി മാധ്യമപ്രവർത്തകരുടെ സംഘം തൃശൂർ രാമനിലയത്തിനു മുൻപിൽ കാത്തുനിന്നത്. പുറത്തേക്കിറങ്ങിയ അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകനെ തള്ളിമാറ്റി വാഹനത്തിലേക്ക് കയറുകയായിരുന്നു. ഇത് എന്റെ വഴിയാണ്, എന്റെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പ്രവൃത്തി. ജനങ്ങൾക്കറിയേണ്ട ചോദ്യമാണ് ചോദിക്കുന്നതെന്ന് മാധ്യമപ്രവർത്തകർ പറഞ്ഞപ്പോൾ പ്രതികരിക്കാൻ സൗകര്യമില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആരോപണങ്ങൾ മാധ്യമങ്ങൾക്കുള്ള തീറ്റയാണെന്നും അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ എന്നും സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ആരോപണങ്ങളിൽ മുകേഷിനെ പിന്തുണച്ചും സുരേഷ് ഗോപി രംഗത്തെത്തിയിരുന്നു. മുകേഷിനെതിരെയുള്ളത് ആരോപണങ്ങൾ മാത്രമാണെന്നും കോടതി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നും കേന്ദ്രമന്ത്രി ചോദിച്ചു. ഇതിനു പിന്നാലെയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തി മുകേഷ് രാജിവെക്കണമെന്നതാണ് പാർട്ടിയുടെ നിലപാടെന്ന് വ്യക്തമാക്കിയത്. മുകേഷിനെ പിന്തുണച്ചുള്ള സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിലും സുരേന്ദ്രൻ പ്രതികരിച്ചിരുന്നു. ചലച്ചിത്ര നടൻ എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. ഈ ഘട്ടത്തിലാണ് ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് മാറ്റം വരുത്താൻ സുരേഷ് ഗോപിക്ക് താല്പര്യമുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. ഏതായാലും സുരേഷ് ഗോപിയുടെ ചീട്ട് കീറി. ഇനി അധിക നാളൊന്നും വിലസി നടക്കാമെന്ന് താരം പ്രതീക്ഷിക്കേണ്ട. ബി.ജെ.പി. തന്നെ താരത്തിന് 8ന്റെ പണി കൊടുത്തോളും.